നമസ്കാരം. ഗുരുദീപം ചാനലിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭക്തിനിർഭരമായി നടത്തി. ക്ഷേത്രത്തിലെ മേൽശാന്തി സിജിത്തിന്റെ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ഹോമത്തിൽ പങ്കെടുത്തു. മന്ത്രോച്ചാരണങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങ് ഭക്തിസാന്ദ്രമായി. കുടുംബ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും സമാധാനത്തിനുമായി ഭക്തർ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ഹോമത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് പ്രസാദ വിതരണവും നടത്തി. നിരവധി ഭക്തജനങ്ങൾ പ്രസാദം സ്വീകരിച്ചു. ശ്രീനാരായണഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ, ക്ഷേത്രം സെക്രട്ടറി രതീഷ് കൂനത്ത്, സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ ഗോപി കോരത്ത്, ഭരണസമിതി അംഗങ്ങളായ സുഗതൻ തൊപ്പിയിൽ, ജോഷി എരണേഴത്ത്, അഡ്വക്കേറ്റ് ടി.ആർ. ശിവൻ, സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ, മാതൃസമിതി കൺവീനർ സബിത ബിനോജ്, ക്ഷേത്ര ഉപസമിതി കൺവീനർ സജീവൻ കാരമുക്ക്, ശ്രീനാരായണ പ്രചരണ സമിതി കൺവീനർ ബോസ് ചടങ്ങിന് നേതൃത്വം നൽകി. കർക്കിടക വാവിനോടനുബന്ധിച്ച് ആഗസ്റ്റ് 12-ന് ബലിതർപ്പണത്തിനും കർമാനുഷ്ഠാനങ്ങൾക്കുമായി വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സമാജം ജനറൽ സെക്രട്ടറി ശശിധരൻ മാസ്റ്റർ അറിയിച്ചു. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ 106 വർഷങ്ങൾക്ക് മുമ്പ് ദീപപ്രതിഷ്ഠ നടത്തിയ ചരിത്രപ്രസിദ്ധമായ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമമാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ പൂജയ്ക്കും കർമ്മങ്ങൾക്കുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നാടിൻ്റെ ഐശ്വര്യത്തിനും എല്ലാവിധ സമൃദ്ധിക്കും വേണ്ടി നടത്തുന്ന ഈ മഹാഗണപതി പൂജയിൽ പങ്കുകൊണ്ട് സായുജ്യമടയുന്ന ഈ ദിവസം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം നടത്തി വരാറുണ്ട്. ക്ഷേത്രത്തിലെ മേൽശാന്തി ശ്രീ സിജിത്ത് അവരുടെ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ഉപശാന്തിമാരുമുണ്ട്. കാരമുക്ക് ദേശത്ത് വളരെ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഈ മഹാഗണപതി പൂജയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. 12/8/2026 ബുധൻ 1201 കർക്കിടകം 27-ാം തീയതി കർക്കിടവാവു ബലി രാവിലെ 5:30-ന് ആരംഭിക്കുന്നു. പിതൃതർപ്പണത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് 4 മണിക്ക് തിലഹവനത്തോടുകൂടി പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുന്നതും 5 മണി മുതൽ പിതൃതർപ്പണം നടക്കുന്നതുമാണ്. എല്ലാ ഭക്തജനങ്ങളെയും സാദരം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. കൂടാതെ ജ്യോതി പ്രയാണയാത്ര അടുത്ത 13-ാം തീയതി, ഓഗസ്റ്റ് 13-ാം തീയതി കുന്നംകുളത്തുള്ള SNDP ശാഖയുടെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്നും യാത്ര ആരംഭിക്കുന്നു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ 8 മണിക്ക് കുന്നംകുളത്തുള്ള ശാഖാ സാരഥികളുടെ നേതൃത്വത്തിലും ശ്രീനാരായണ ഗുപ്ത സമാജത്തിൻ്റെ നേതൃത്വത്തിലും ഇവിടെ നിന്ന് ദീപ ജ്യോതി പ്രയാണയാത്ര ആരംഭിക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്.